തലക്കെട്ട്: ഒഴിഞ്ഞ കസേര. കഥ ആരംഭിക്കുന്നു. ശാന്തമായ ഒരു ഗ്രാമത്തിൽ ഹരി എന്നു പേരുള്ള ഒരു വൃദ്ധൻ ഒറ്റയ്ക്ക് താമസിച്ചിരുന്നു. എല്ലാ വൈകുന്നേരവും അവൻ തന്റെ ചെറിയ വീടിന് പുറത്ത് ഒരു പഴയ മരക്കസേരയിൽ ഇരുന്ന് സൂര്യൻ അസ്തമിക്കുന്നത് നോക്കിയിരിക്കുമായിരുന്നു. എന്നാൽ അവന്റെ അരികിൽ എപ്പോഴും ഒരു ഒഴിഞ്ഞ കസേര ഉണ്ടായിരുന്നു. അതുവഴി പോകുന്ന ആളുകൾ പലപ്പോഴും ചിന്തിച്ചിരുന്നു, ആർക്കുവേണ്ടിയാണ് കസേര? ചിലർ അത് മരിച്ചുപോയ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞു. മറ്റുള്ളവർ അത് നഗരത്തിലേക്ക് പോയി തിരിച്ചെത്താത്ത അദ്ദേഹത്തിന്റെ മകനു വേണ്ടിയാണെന്ന് വിശ്വസിച്ചു. ഒരു ദിവസം റിയ എന്ന ഒരു കൊച്ചു പെൺകുട്ടി അയൽപ്പക്കത്തേക്ക് താമസം മാറി. ജിജ്ഞാസയും ധൈര്യവുമുള്ള അവൾ വൃദ്ധന്റെ അടുത്തേക്ക് നടന്നു. അമ്മാവ, എന്തുകൊണ്ടാണ് ആ കസേര എപ്പോഴും ഒഴിഞ്ഞിരിക്കുന്നത് എന്ന് ചോദിച്ചു. ഹരി സൗമ്യമായി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് പ്രിയപ്പെട്ട ഒരാളെയാണ് അത് കാത്തിരിക്കുന്നത്. റിയ എല്ലാ വൈകുന്നേരവും അവനെ സന്ദർശിക്കാൻ തുടങ്ങി. ചോദ്യങ്ങൾ ചോദിക്കാനും കഥകൾ പങ്കുവെക്കാനും ചിലപ്പോൾ ഒഴിഞ്ഞ കസേരയിൽ നിശബ്ദമായി ഇരിക്കാനും തുടങ്ങി. ആഴ്ചകൾ കടന്നുപോയി. കസേര ഇപ്പോൾ ഒഴിഞ്ഞിരുന്നില്ല. അത് ഒരു പുതിയ സുഹൃത്തിനെ കണ്ടെത്തി. ഒരു ദിവസം ഹരി പുറത്തുവന്നില്ല. ഗ്രാമം നിശബ്ദമായി. റിയ കസേരക്കരികിൽ കാത്തിരുന്നു, പക്ഷെ അവൻ എത്തിയില്ല. പിന്നീട് അറിഞ്ഞു, ഹരി ഉറക്കത്തിൽ മരിച്ചു. സമാധാനപരമായി. പക്ഷേ ഗ്രാമവാസികൾ അവന്റെ വീട്ടിലേക്ക് പോയപ്പോൾ കസേരയിൽ ഒരു കത്ത് കണ്ടെത്തി. എന്നെ വീണ്ടും പുഞ്ചിരിപ്പിച്ചവന് എന്റെ ഹൃദയത്തിലെ ശൂന്യത നിറച്ചതിന് നന്ദി. ഈ കസേര ഒരിക്കലും ശൂന്യമായിരുന്നില്ല, അത് നിങ്ങൾക്കായി കാത്തിരിക്കുകയായിരുന്നു. കഥ അവസാനിക്കുന്നു. ധാർമ്മികത. ചിലപ്പോൾ ഒരു ചെറിയ ആംഗ്യത്തിന് പോലും തകർന്ന ഹൃദയത്തെ സുഖപ്പെടുത്താൻ കഴിയും. ദയയുടെ ശക്തിയെ ഒരിക്കലും കുറച്ചു കാണരുത്.